ടെറ ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഈ നെക്ലേസ് എങ്ങനെ പെയിൻറ്റിങ് ആൻഡ് അസംബ്ലിങ് ചെയ്യുക എന്നതാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് പെയിൻറ്റിങ്ങിൻ്റെ ചെറിയൊരു സെക്ഷൻ എൻ്റെ കയ്യിൽ നിന്നും റെക്കോർഡിംഗ് ടൈമിൽ മിസ്സിങ് ആയിപ്പോയി. സോറി ഫോർ ദാറ്റ്. ഇതിൽ ഞാനതിൻ്റെ ഉള്ള ഭാഗങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്യാണ്. അസംബ്ലിംഗ് പാർട്ട് നമുക്ക് ആഡ് ചെയ്യാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ആ പെൻഡൻറ്റിൻ്റെ ഭാഗം മിസ്സായി പോയിട്ടുണ്ട് ചെയ്തത്. എന്നാൽ ഈ രീതിയിൽ ഒരു ഓൾമോസ്റ്റ് പകുതി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ റെക്കോർഡിംഗ് മിസ്സായ കാര്യം ഞാൻ അറിയുന്നത്. സോറി ഫോർ ദാറ്റ്. ഇതിൽ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് പെൻഡൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ മെറൂൺ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറൂൺ കളറ് ഇതിൻ്റെ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് മെറൂൺ അടിച്ചു. ബാക്കും മുൻഭാഗം എല്ലാം മെറൂൺ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഈ രീതിയിൽ മെറൂൺ കംപ്ലീറ്റ് കൊടുത്ത് അതിനുശേഷം ഗോൾഡൻ ഹൈലൈറ്റ് ചെയ്യുന്ന വരുന്ന ഭാഗങ്ങളിൽ ഗോൾഡൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ ക്ലിയറായിട്ട് കൊടുത്തു. ഇതിന് ബാക്കി എല്ലാ ഭാഗങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 സൈസ് ബ്രഷും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോർഡേഴ്സ് വരയ്ക്കുന്നതിന് 000 ആണ് പെയിൻറ്റിങ് ബ്രഷുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ ഇതേമാതിരി സൈഡ് ബീഡ്സും നമ്മളിവിടെ ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗ്യത്തിന് ഒരു 3 പീസ് നമുക്ക് ചെയ്യാൻ ബാക്കി വെച്ച രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഡിസൈന് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അതിൻ്റെ മേക്കിംഗ് വീഡിയോ അപ്ലോഡിട്ടാണ് ഓൾറെഡി. അത് കാണാത്തവർ ആദ്യം അത് പോയി കാണാം. അതിനുശേഷം ഇത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയറായി കിട്ടും. ഈ ഡിസൈൻ്റെ ബോർഡേഴ്സ് നമ്മൾ ആദ്യം വരച്ചെടുക്കുകയാണ്. ഈ രീതിയിൽ അതിനെ ആ ഡിസൈന് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ബോർഡേഴ്സ് വരച്ചിട്ട് അതിനുശേഷം അതിൻ്റെ ആ മാംഗോ ഷേപ്പിനനുസരിച്ചിട്ട് ചെറുതായിട്ട് ചെറിയൊരു മാംഗോ ഡിസൈൻ അതിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കുക ചെയ്തത്. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ ഉൾഭാഗം ഗോൾഡൻ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസൈനായി ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 tool 1 necklace എന്ന ഒരു സീരീസ് ആയിരുന്നു ചെയ്തത്. അതിൽ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കാണാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോകൾ പോയി കാണുക. അസംബ്ലിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാക്ക് റോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഗിയർ വയറും അത് കണക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗിയർ ലോക്കും എടുത്തിട്ടുണ്ട്. ഇവിടെ അത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ക്യുല്ലിംഗ് മോൾഡിൽ 2ാമത്തെ സൈസ് വലുപ്പത്തിലുള്ള ബീഡാണ് നമ്മളിവിടെ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ 12 സൈഡ് ബീഡ്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സൈഡ് ബീഡ്സിൻ്റെ ഓരോ സൈഡ് ബീഡിൻ്റെ ഇടയിൽ നമ്മൾ ഗോൾഡൻ കളറുള്ള ചെറിയ മുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമ്മളിവിടെ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ചെറിയ മുത്തിട്ട് അതിനുശേഷം ലോക്കറ്റിട്ട് അതിനുശേഷം വീണ്ടും ഒരു ചെറിയൊരു 2 സൈസ് ബീഡിട്ട് അതിനുശേഷം വീണ്ടും സൈഡ് ബീഡുകൾ ആഡ് ചെയ്ത് സൈഡ് ബീഡ്സിൻ്റെ ഇടയിൽ നമ്മൾ ഗോൾഡൻ കളറുള്ള മുത്തുകൾ ആഡ് ചെയ്ത് ഈ രീതിയിൽ നമ്മൾ നെക്ലേസിൻ്റെ മേൽഭാഗം വരെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും മേലെ ഈ സൈഡ് ബീഡ്സുകൾ ചെയ്തതിന് ശേഷം ഏറ്റവും മേലെയായിട്ട് 2 സൈസിലുള്ള ബീഡ് നമ്മൾ രണ്ടാമതും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗിയർ വയർ ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്യുകയും
ബാക്ക് റൂപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗിയർ ലോക്ക് നന്നായി പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത ശേഷം ഗിയർ വയറിനെ 1-2 ബീഡ്സ് സൈഡ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പുറമേക്ക് എടുത്തത് ശേഷം ബാക്കിയായി വരുന്നത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നെക്ലേസ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1-to-1 നെക്ലേസിലെ ബാക്കി നെക്ലേസുകളുടെ പെയിൻറ്റിങ് ആൻഡ് അസംബ്ലിങ് വീഡിയോസ് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും ബൈ.